about the topic delegation of authority. Delegation is the process of dividing and entrusting work to others is known as delegation. അതായത് നമ്മളുടെ വർക്കുകൾ ഡിവൈഡ് ചെയ്ത് സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെലിഗേഷൻ എന്ന് പറയുന്നത്. When authority is also entrusted to the subordinates along with the work is known as delegation of authority. ഈ തരത്തിൽ നമ്മൾ വർക്കുകൾ സബോർഡിനേറ്റ്സിന് കൊടുക്കുന്നതിനോടൊപ്പം നമ്മൾക്ക് ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നടത്താനായിട്ടുള്ള പവേഴ്സ്, അതായത് അതോറിറ്റി നമ്മൾ സബോർഡിനേറ്റ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഈ തരത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ 3 പ്രധാന എലിമെന്റ്സ് ആണ് ഉണ്ടാകുന്നത്. ഒന്ന് റെസ്പോൺസിബിലിറ്റി, സെക്കൻഡ് വൺ അതോറിറ്റി ആൻഡ് തേർഡ് വൺ അക്കൗണ്ടബിലിറ്റി. ഈ 3 എലിമെന്റ്സ് ഏതിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന പ്രോസസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് അടുത്തതായിട്ട് ലൂയിസ് എ അലൻ എന്ന് പറയുന്നതായ പേഴ്സൺ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ ഡെഫിനിഷനെ കുറിച്ച് ചിന്തിക്കാം. ആസ് പെർ ലൂയിസ് എ അലൻ, delegation is the entrustment of responsibility and authority to another and the creation of accountability for performance. അതായത് നമ്മൾ ചെയ്യേണ്ടതായ വർക്കുകൾ നമ്മൾ മറ്റൊരാളിലേക്ക് എൻട്രസ്റ്റ് ചെയ്യുന്നു. അതായത് അതിന്റെ റെസ്പോൺസിബിലിറ്റിയും അത് ക്യാരി ഔട്ട് ചെയ്യാനായിട്ടുള്ള അതോറിറ്റിയും നമ്മൾ മറ്റൊരാളിലേക്ക് പകർന്നു കൊടുക്കുന്നു, അല്ലെങ്കിൽ അയാളെ ഏൽപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അയാളെ നമ്മൾ ആ വർക്ക് ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതിന്റെ അക്കൗണ്ടബിലിറ്റി, അതായത് പിന്നീട് ആ വർക്ക് ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യണം എന്നുള്ളതിന്റെ ചുമതലയും ആ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതായ സബോർഡിനേറ്റ്സിന് ആയിരിക്കും. ഈ തരത്തിൽ അക്കൗണ്ടബിലിറ്റി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മറ്റൊരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. അക്കൗണ്ടബിലിറ്റി ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ. അതായത് സബോർഡിനേറ്റ്സിനോട് നമ്മൾ ഈ തരത്തിൽ അയാളായിരിക്കും അക്കൗണ്ടബിൾ എന്ന് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അയാൾക്ക് അതിന്റെ അക്കൗണ്ടബിലിറ്റി കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ സുപ്പീരിയേഴ്സിന്റെ അടുത്ത് നമ്മളായിരിക്കും ഈ പർട്ടിക്കുലർ വർക്ക് ചെയ്ത് തീർത്ത് കൊടുക്കാനായിട്ടുള്ള responsible person. So we can again think about the Lewis A. Allen definition. Delegation is the entrustment of responsibility and authority to another and creation of accountability for performance. That is the definition given by Lewis A. Allen. Now we are thinking about the process of delegation. It is a step-by-step process as a scientific manner. It contains 4 steps. First one is determination of result expected. അതായത് ആ മാനേജര് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം എന്ത്, താൻ ഈ തരത്തിൽ വർക്കുകൾ സബോർഡിനേറ്റ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഓർഗനൈസേഷൻ എക്സ്പെക്ട് ചെയ്യുന്നതായ റിസൾട്ടുകൾ അറ്റൈൻ ചെയ്യാനായിട്ട് സബോർഡിനേറ്റ്സ് ഏത് തരത്തിൽ ആയിരിക്കണം, അല്ലെങ്കിൽ എന്ത് റിസൾട്ട് ആയിരിക്കണം ഈ സബോർഡിനേറ്റ്സ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന എഫിഷ്യൻസി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റൈൻ ചെയ്യേണ്ടത് ഏത് റിസൾട്ട്, എന്ത് റിസൾട്ട് ആയിരിക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് ആ പർട്ടിക്കുലർ സബോർഡിനേറ്റ്സിന് എന്തൊക്കെ ടാസ്കുകൾ, ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, വർക്ക് ആണോ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, ആ വർക്കുകൾ ക്ലിയർ ആയിട്ട് ആർക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക? സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുക. ആ സബോർഡിനേറ്റ്സ് ആ വർക്കുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് മനസ്സിലാക്കുകയും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ദാറ്റ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്രാൻഡിംഗ് ഓഫ് അതോറിറ്റി. ഇൻ ദിസ് സ്റ്റെപ്പ് we are delegating the authority to the subordinates for effectively doing the work. അതായത് ആ പർട്ടിക്കുലർ
ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതായ ആ പർട്ടിക്കുലർ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളതായ അതോറിറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു? സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റി. Delegation create accountability on the part of the subordinate for the assigned task. അതായത് ആ അസൈൻ ചെയ്ത് കിട്ടിയിരിക്കുന്നതായ ടാസ്ക് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് തന്റെ ഹയർ ലെവൽ ഒഫീഷ്യൽസിന് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളതിന്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ആ സബോർഡിനേറ്റ്സിന് ആണ്. ആ അക്കൗണ്ടബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന സബോർഡിനേറ്റ്സിൽ ആ ഒരു ചിന്താഗതി ക്രിയേറ്റ് ചെയ്യുന്ന ആ ആക്ടിവിറ്റി ആണ് ഇവിടെ ക്രിയേഷൻ ഓഫ് അക്കൗണ്ടബിലിറ്റിക്കകത്ത് ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നത്. സോ ദീസ് ആർ ദ steps or process of delegation of authority. First one, determination of result expected. Second one, assignment of duties and responsibilities. Third one, granting of authority. Fourth one, creation of accountability. Then we are discussing about the importance of delegation of authority. What all are the importance of delegation? First one എന്ന് പറയുന്നത് sharing of workload. Through delegation of authority, we can able to share the workload of the organization. We can able to divide the work into different tasks, and we can able to assign it to different subordinates. Okay, so organization can able to divide the workload, or the superiors can able to divide the workload and share it to different persons. So sharing of workload is the first importance. Second one എന്ന് പറയുന്നത് quick decision making. That means through delegation of authority we can able to reduce the time that we take to take decision. That means the subordinates itself can have the provision or get the provision to solve the issues or take decisions to the issues that are occurred on the time of they are doing their routine work. അതായത് ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നതായ റുട്ടീൻ വർക്കുകൾക്കകത്ത് ഉണ്ടാകുന്നതായ പ്രോബ്ലംസിന് സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ടുള്ളതായ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാനായിട്ടുള്ളതായ അതോറിറ്റി ആരിലേക്ക് കിട്ടുന്നു? സബോർഡിനേറ്റ്സിലേക്ക് കിട്ടുന്നു. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് ആ ഡിസിഷൻസ് സുപ്പീരിയേഴ്സിന്റെ അടുത്ത് ചെന്ന് സാങ്ഷൻ ചെയ്ത് മേടിച്ചുകൊണ്ട് വരേണ്ട ഒരു സാഹചര്യം ഒഴിവാകുന്നത് കൊണ്ട് തന്നെ അത്രയും ടൈം നമുക്ക് അവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു? കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. തേർഡ് വൺ ഈസ് മോട്ടിവേഷൻ. ഹയർ ലെവൽ ഒഫീഷ്യൽസിന്റെ അതോറിറ്റി ആണ് ആരിലേക്ക്? ലോവർ ലെവൽ ഒഫീഷ്യൽസിലേക്ക് അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിലേക്ക് എന്ത് ചെയ്യപ്പെടുന്നത്? ഡെലിഗേറ്റ് ചെയ്യപ്പെടുന്നത്. ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ റെക്കഗ്നൈസേഷൻ. ഓക്കെ, സബോർഡിനേറ്റ്സിന് കിട്ടുന്ന ഒരു റെക്കഗ്നൈസേഷൻ ആയിട്ട് ഇത് സബോർഡിനേറ്റ്സ് കാണുന്നു. അതുകൊണ്ട് തന്നെ അവര് കുറെ കൂടെ മോട്ടിവേറ്റഡ് ആകുന്നു, ജോബ് സാറ്റിസ്ഫൈഡ് ആകുന്നു. അതുപോലെ തന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക്, ദാറ്റ് മീൻസ് മൊറൈൽ, എംപ്ലോയീസിന്റെ മൊറൈല് കുറെ കൂടെ ബെറ്റർ ഒരു മൊറൈൽ അല്ലെങ്കിൽ ബെറ്റർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതിന് ഏത് ഹെൽപ്പ് ചെയ്യുന്നു? ഈ തരത്തിലുള്ളതായ ഡെലിഗേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. Then the next one എന്ന് പറയുന്നത് ട്രെയിനിങ്. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ എങ്ങനെ ട്രെയിനിങ്ങിലേക്ക് വരുന്നു എന്ന് നമുക്ക് നോക്കാം. ഈ ഡെലിഗേഷൻ ആക്ടിവിറ്റിയിലൂടെ സബോർഡിനേറ്റ്സിന് ഹയർ ലെവൽ ഒഫീഷ്യൽസിന്റെ റെസ്പോൺസിബിലിറ്റി കിട്ടുന്നു എന്ന് മാത്രമല്ല, ആ റെസ്പോൺസിബിലിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ആവശ്യമായ അതോറിറ്റീസും കിട്ടുന്നു. സോ they can gradually doing the work of their superiors. It's a training activity. Through this particular activity, the subordinate get the skill to do higher level officials. Okay, അത് തന്നെയാണ് നമ്മൾ ഏതിനകത്തും ഫോക്കസ് ചെയ്യുന്നത്? ട്രെയിനിങ്ങിനകത്തും ഫോക്കസ് ചെയ്യുന്നത്. Then the next one എന്ന് പറയുന്നത് expansion of business. Through delegation of authority, we will create or we can create better and efficient, effective subordinates. So ഈ തരത്തിൽ better, efficient and effective subordinates ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ
ബെറ്റർ ഹ്യൂമൻ റിസോഴ്സ് ഓർഗനൈസേഷനിൽ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുമ്പോൾ അത് ഓർഗനൈസേഷന്റെ എക്സ്പാൻഷന്, ഓർഗനൈസേഷന്റെ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് നോളജ്. നമുക്കറിയാം, നമ്മൾ ഒരു വർക്ക് ആരെയാണ് ഏൽപ്പിക്കുന്നത്, ആ വർക്ക് ഏറ്റവും ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഉള്ള കാലിബർ ഉള്ള, കേപ്പബിലിറ്റീസ് ഉള്ള, സ്കില്ലുള്ള പേഴ്സണെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാറുള്ളൂ, വർക്ക് നമ്മൾ ഏൽപ്പിക്കാറുള്ളൂ. സോ അതുപോലെ തന്നെ സുപ്പീരിയേഴ്സ് ആരെയാണ് ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ പർട്ടിക്കുലർ വർക്ക് ഏൽപ്പിക്കുന്നത്, ആ പർട്ടിക്കുലർ വർക്ക് ചെയ്യാനായിട്ട് കാലിബർ ഉള്ള, ആ പർട്ടിക്കുലർ വർക്കിനെ കുറിച്ച് വ്യക്തമായ നോളജ് ഉള്ള, ആ പർട്ടിക്കുലർ വർക്ക് ഇഫക്റ്റീവായിട്ട് ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് ഉള്ളതായ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള പേഴ്സണെ ആയിരിക്കും ആര്, സുപ്പീരിയേഴ്സ് ആ വർക്കിനെ ഏൽപ്പിക്കുന്നത്, മറ്റൊരു വർക്കിന് മറ്റൊരു പേഴ്സണെ. സോ ആ തരത്തിൽ ഓരോ കാര്യങ്ങൾക്കകത്തും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള, ഇഫക്റ്റീവ് ആയിട്ടുള്ള പേഴ്സൺസിനെ ആ പർട്ടിക്കുലർ ടാസ്കുകൾ ഏൽപ്പിക്കുന്നതിലൂടെ അവരുടെ സ്പെഷ്യലൈസ്ഡ് നോളജ് അവിടെ യൂട്ടിലൈസ് ചെയ്യാനും അതിലൂടെ ഓർഗനൈസേഷന് കൂടുതൽ ഇഫക്റ്റീവായിട്ട് ആ നോളജ് യൂസ് ചെയ്യാനും ഓർഗനൈസേഷന് സാധിക്കുന്നു. Then the seventh importance is efficient functioning. ഈ തരത്തിൽ ഓർഗനൈസേഷൻ ഏറ്റവും പ്രോംപ്റ്റ് ആയിട്ടുള്ള പേഴ്സണെ ആ കൺസേൺ വർക്കുകൾ ഏൽപ്പിക്കുമ്പോൾ ഓർഗനൈസേഷൻ ബെറ്റർ ആയിട്ട് ഉള്ള ഒരു റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ തരത്തിൽ സോ അതിലൂടെ ഓർഗനൈസേഷൻ എന്താവുന്നു, നല്ല ഇഫക്റ്റീവ് ആയിട്ട് ഫങ്ഷൻ ചെയ്യപ്പെടുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറ്റർ പെർഫോമൻസ്. അതായത് ഓർഗനൈസേഷൻ ഈ തരത്തില് ബെറ്റർ ആയിട്ടുള്ള എംപ്ലോയീസ് അല്ലെങ്കിൽ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഈ തരത്തിൽ വർക്കുകൾ ഏൽപ്പിക്കുമ്പോൾ, ഈ തരത്തിൽ വർക്കുകൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ഏൽപ്പിക്കുമ്പോൾ ആ എംപ്ലോയീസ് ആ വർക്കുകൾ മറ്റാരേക്കായാലും ഇഫക്റ്റീവായിട്ട്, എഫിഷ്യന്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു. സോ ഓർഗനൈസേഷനിൽ ആ വർക്കുകൾ ഏറ്റവും ബെറ്റർ ലെവലിൽ പെർഫോം, ക്യാരി ഔട്ട് ചെയ്യപ്പെടുകയും അതിന്റെ റിസൾട്ട് അറ്റൈൻ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബെറ്റർ റിലേഷൻഷിപ്പ്. സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ, അതായത് ഡെലിഗേറ്റ് ചെയ്യുന്ന മാനേജേഴ്സും സബോർഡിനേറ്റ്സും തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു, ഈ തരത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റീസ് ഹെൽപ്പ് ചെയ്യപ്പെടുന്നു. അതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇവിടെ നമ്മൾ അതോറിറ്റീസ് ഡെലിഗേറ്റ് ചെയ്യുമ്പോൾ ആ അതോറിറ്റീസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ക്യാരി ഔട്ട് ചെയ്യുന്നതായ ഓരോ ആക്ടിവിറ്റീസും ആര്, സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സുപ്പീരിയേഴ്സിന്റെ ഭാഗത്തു നിന്ന് ആവശ്യമായ സജഷൻസ് എടുക്കുന്നു. അവരെ ഒരു ബെറ്റർ എംപ്ലോയി ആയിട്ട് കാണുന്നു എന്ന, സബോർഡിനേറ്റ്സിനെ ബെറ്റർ എംപ്ലോയീസ് ആയിട്ട് സുപ്പീരിയേഴ്സ് കാണുന്നു എന്നുള്ള ചിന്താഗതി സബോർഡിനേറ്റ്സിന് ഉണ്ടാകും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു തേർഡ് പോയിന്റിനകത്ത്, മോട്ടിവേഷനകത്ത്. അത് ആ സുപ്പീരിയേഴ്സിനോടുള്ളതായ സബോർഡിനേറ്റ്സിന്റെ ആറ്റിറ്റ്യൂഡ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആക്കുന്നതിനും അതിലൂടെ ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ കുറെ കൂടി ഇഫക്റ്റീവ് ആക്കുന്നതിനും സാധിക്കുന്നു. സോ ഈ തരത്തിൽ ഉള്ള ഒരു സിറ്റുവേഷനിൽ സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സും തമ്മിലുള്ളതായ റിലേഷൻഷിപ്പ് ഒരു ബെറ്റർ റിലേഷൻഷിപ്പിലേക്ക് വരുന്നു. Then we are discussing about the principles of delegation. Principles of delegation of authority. There are 9 principles. First one is functional definition. Functional definition means the manager should clearly define the functions to be performed by his subordinate. അതായത് മാനേജേഴ്സ് സബോർഡിനേറ്റ്സിനോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം എന്താണ് ഡെലിഗേഷനകത്തുനിന്ന് കിട്ടുന്നതായ അതോറിറ്റി വെച്ചുകൊണ്ട് എന്തൊക്കെ വർക്കുകളാണ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ
ഫങ്ഷൻസ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണോ ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് മാനേജേഴ്സ് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. Then delegation by result expected. The result to be achieved by the subordinate are decided before delegation of authority. എന്ത് റിസൾട്ട് ആണ് സബോർഡിനേറ്റ്സ് തങ്ങൾ റിസീവ് ചെയ്യുന്നതായ ഹയർ ലെവൽ അതോറിറ്റിയിലൂടെ അറ്റൈൻ ചെയ്യേണ്ടത്, ആ ഹയർ ലെവൽ അതോറിറ്റി അറ്റൈൻ ചെയ്തതിലൂടെ എന്ത് റിസൾട്ട് ആണ് ആ സബോർഡിനേറ്റ്സ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അറ്റൈൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിരിക്കണം. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പാടുള്ളൂ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. Then the next one, third principle എന്ന് പറയുന്നത് ക്ലാരിഫിക്കേഷൻ ഓഫ് ലിമിറ്റ് ഓഫ് അതോറിറ്റി. അതായത് അവരുടെ അതോറിറ്റിയുടെ ലിമിറ്റ്, അതായത് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്നതായ അതോറിറ്റിയുടെ ലിമിറ്റ് എത്ര മാത്രമാണ്, എന്തൊക്കെ കാര്യങ്ങൾക്കകത്ത് എന്തൊക്കെ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാനായിട്ട്, ഏത് എക്സ്റ്റെന്റ് വരെ ആണ് ഈ തരത്തിലുള്ളതായ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാനായിട്ടുള്ള അതോറിറ്റി അവർക്ക് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് അതിനകത്ത് അവർക്ക് മനസ്സിലായിരിക്കണം. ആർക്ക് മനസ്സിലായിരിക്കണം? സബോർഡിനേറ്റ്സിന്, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്നതായ സബോർഡിനേറ്റ്സിന് മനസ്സിലായിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. There shall be a proper balance between അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് സബോർഡിനേറ്റ്. അതായത് എത്രമാത്രം റെസ്പോൺസിബിലിറ്റി ആണോ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നത് അതിനനുസരിച്ചുള്ള അതോറിറ്റി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സബോർഡിനേറ്റ്സിന് ഡെലിഗേറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് അബ്സല്യൂട്ട്നെസ് ഓഫ് അക്കൗണ്ടബിലിറ്റി. അബ്സല്യൂട്ട്നെസ് ഓഫ് അക്കൗണ്ടബിലിറ്റി മീൻസ് ഒരു ഹയർ ലെവൽ ഒഫീഷ്യൽ തൻ്റെ സബോർഡിനേറ്റ്സിന് ഒരു വർക്കും അതോടൊപ്പം തന്നെ ആ വർക്ക് ചെയ്യാനായിട്ടുള്ള അതോറിറ്റിയും ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഹയർ ലെവൽ ഒഫീഷ്യൽ ഒരു കാരണവശാലും ആ ഡ്യൂട്ടിയിൽ നിന്ന് വിമുക്തനാകുന്നില്ല. ആ പർട്ടിക്കുലർ പേഴ്സൺ തന്നെയാണ്, അതായത് ഈ ഹയർ ലെവൽ പേഴ്സൺ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഹയർ ലെവൽ ഒഫീഷ്യൽസിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. അദ്ദേഹത്തിന് അവിടെ പറഞ്ഞ് മാറി നിൽക്കാൻ സാധിക്കില്ല. എന്താണ്? താൻ ഈ അതോറിറ്റീസും റെസ്പോൺസിബിലിറ്റിയും തൻ്റെ സബോർഡിനേറ്റ്സിന് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അവന്റെ ഉത്തരവാദിത്ത കുറവ് കൊണ്ടാണ് ഇത് ഫെയിലിയർ ആയത് എന്ന് പറയാൻ സാധിക്കില്ല. അതിന്റെ പൂർണ്ണ ചുമതല ആർക്കാണ്? ആ പർട്ടിക്കുലർ ഹയർ ലെവൽ ഒഫീഷ്യലിന് തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഹയർ ലെവൽ ഒഫീഷ്യൽസിന്റെ മുമ്പിൽ. അതാണ് ഏതിനകത്ത് പറയുന്നത്? അബ്സല്യൂട്ട്നെസ് ഓഫ് അക്കൗണ്ടബിലിറ്റി എന്നുള്ളതിനകത്ത് പറയുന്നത്. Then the next principle is authority level principle. അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഓരോ ലെവലിലുള്ള മാനേജേഴ്സിനും അവർക്ക് അവരുടെ ജൂറിസ്ട്രിക്ഷനിൽ നിന്നുകൊണ്ട് ചെയ്യേണ്ടതായ കാര്യങ്ങൾ അത് അവർ തന്നെ ചെയ്യണം. യാതൊരു കാരണവശാലും ഈ തരത്തിൽ ഡെലിഗേറ്റ് ചെയ്ത് കിട്ടി, അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കിട്ടിയതിന് ശേഷവും എന്ത് ചെയ്യാൻ പാടില്ല? തൻ്റെ റുട്ടീൻ വർക്കിനകത്ത് അല്ലെങ്കിൽ തൻ്റെ ജൂറിസ്ട്രിക്ഷൻ ഓഫ് വർക്കിനകത്ത് വരുന്നതായ റുട്ടീൻ മാറ്റേഴ്സിനെ കുറിച്ചുള്ളതായ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഡിസിഷൻസിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ എടുക്കാൻ വേണ്ടിയിട്ട് സുപ്പീരിയേഴ്സിന്റെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പാടില്ല. തൻ്റെ തൻ്റെ ജൂറിസ്ട്രിക്ഷന് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് ഉള്ളതായ ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ആരുടെ അടുത്തേക്ക് ചെല്ലാവുള്ളൂ? ഹയർ ലെവൽ ഒഫീഷ്യൽസിന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടുള്ളൂ. അതാണ് അതോറിറ്റി ലെവൽ പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നത്. Then the next one എന്ന് പറയുന്നത് unity of command. Unity of command means at one time a subordinate shall receive command and accountable to only one superior. അതായത് ഒരു സമയത്ത് ഒരു സബോർഡിനേറ്റ് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ കമാൻഡ് എടുക്കാൻ പാടുള്ളൂ. തൻ്റെ റിസൾട്ടുകൾ അദ്ദേഹത്തോട് മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അതായത് ഒന്നിൽ കൂടുതൽ സുപ്പീരിയേഴ്സ് ഒരേ സമയത്ത് ഒരു സബോർഡിനേറ്റിന് ഉണ്ടാകാൻ പാടില്ല. നെക്സ്റ്റ് പ്രിൻസിപ്പൽ ഈസ് സ്കെയിലാർ ചെയിൻ. സ്കെയിലാർ ചെയിൻ എന്ന് പറഞ്ഞാൽ അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ഓർഗനൈസേഷന്റെ ടോപ്പ് ലെവൽ തൊട്ട് ബോട്ടം ലെവൽ വരെ അതോറിറ്റി
അതോറിറ്റി അക്കൗണ്ടബിലിറ്റി റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കപ്പെട്ടിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, ഓർഗനൈസേഷനിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതോറിറ്റി അക്കൗണ്ടബിലിറ്റി റിലേഷൻഷിപ്പ് ഓർഗനൈസേഷനിൽ ടോപ്പ് ലെവൽ തൊട്ട് ബോട്ടം ലെവൽ വരെ പ്രോപ്പർ ആയിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുക. എങ്കിൽ അതുള്ള സിറ്റുവേഷൻ ആയിരിക്കണം ഇത് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ലാസ്റ്റ് പ്രിൻസിപ്പിൾ ഈസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ ആയിട്ടുള്ള ഒരു ടു വേ കമ്മ്യൂണിക്കേഷൻ ആ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. ദ സുപ്പീരിയർ ഷുഡ് ഗിവ് ഇൻസ്ട്രക്ഷൻ in clear words. He must allow the subordinate to seek clarification if needed. അതായത് സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റിനെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുത്തിരിക്കണം എന്താണ് അവന്റെ ഡ്യൂട്ടീസ്, അത് പ്രോപ്പർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ സബോർഡിനേറ്റ്സിന് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വേണമെങ്കിൽ അത് ചോദിക്കാനായിട്ടുള്ള പ്രൊവിഷനും ഉണ്ടായിരിക്കണം. ആ തരത്തിൽ വളരെ ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആ ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കണം. Then we are discussing about the obstacles. That means the difficulties that we are facing on delegation of authority. We can able to classify the obstacles into three categories. First one is recurrence of superiors. Recurrence of superiors, in this we have 7 obstacles. First one is perfectionism. Most probably superior think that they can able to do the things much better than their subordinate. If this kind of a thought is developed in the mind of the superiors, they cannot do the delegation activity in a effective and efficient manner. So superiors-ന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകുന്നത്, അതായത് തങ്ങളുടെ സബോർഡിനേറ്റ്സിനേക്കാൾ ബെറ്റർ ആയിട്ട് തങ്ങളെ കൊണ്ട് തന്നെയാണ് ആ പർട്ടിക്കുലർ ജോബ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്ന ഒരു തോന്നൽ സുപ്പീരിയേഴ്സിന്റെ മനസ്സിൽ ഉണ്ടായാൽ, ആ തരത്തിലുള്ളതായ തോന്നൽ സുപ്പീരിയേഴ്സിനെ എന്തിൽ നിന്ന് കഴിയുന്നു, ഡെലിഗേഷൻ സബോർഡിനേറ്റ്സിന് കാര്യങ്ങൾ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ നിന്ന് തടയുന്നു. Then the next one is autocratic attitude. Okay, autocratic attitude. From the word itself, we can able to identify something. If the superior has an autocratic attitude, that means he is not at all ready to delegate his power to the subordinate. That autocratic attitude negatively affect the delegation of authority in an effective and efficient manner. The next one is lack of ability to direct. If the superior is not having the caliber to direct their subordinate in an effective and efficient manner, that lack of ability itself requires the superior to do the delegation activity. Then the next one is lack of confidence in the subordinate. If the superior is not that much confident about the skill and caliber of the subordinate, that is also negatively affect the delegation activity. Absence of control is the next one. If the organization should not have a proper control mechanism, that should negatively affect the delegation of authority activity. Because if in the absence of control, in the absence of proper control, the higher authority delegate their power to the subordinates will create some kind of problems. Okay. Then the next one is conservation and quotient temperament. Conservation and quotient temperament means over conscious of risk. If the superiors are over conscious about the risk that is involved in the job or the task or the duty, he cannot take the provision of delegation of responsibility and delegation of authority. Then the next one is fear. The last one is fear of competition. Superiors-ന് ഒരു ചിന്താഗതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, സബോർഡിനേറ്റ്സിന് പവർ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയും സുപ്പീരിയേഴ്സ് ചെയ്യേണ്ടതായ കാര്യങ്ങൾ സബോർഡിനേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവര് 1 by 1 ആയിട്ട് ഡെവലപ്പ് ചെയ്ത് തരും. കുറച്ച് നാളുകൾക്ക് ശേഷം ഈ സബോർഡിനേറ്റ് തന്നെ തനിക്ക് ഓർഗനൈസേഷനിൽ ഒരു ഭീഷണിയായിട്ട് മാറാൻ സാധ്യതയുണ്ടോ?
തന്നെക്കാളിൽ കൂടുതലായിട്ട് സബോർഡിനേറ്റ് ഷൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഓർഗനൈസേഷൻ ഉണ്ടാകുകയും തനിക്ക് സബോർഡിനേറ്റ് ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് മാറാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളതായ ഭയം, ആ ഒരു ഫിയർ സുപ്പീരിയേഴ്സിനെ പലപ്പോഴും എന്തിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ നിന്ന് ഒഴിവാക്കാറുണ്ട്. So these are the 7 factors comes under the first obstacle, that is recurrence of superiors. Okay, then we are discussing about the next one. Then the next obstacles that should be faced in the delegation of authority is reluctance on the part of subordinate. Here also 7 points are discussing. First one is easier to ask. സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു അതോറിറ്റി ടേക്കപ്പ് ചെയ്യുകയും സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുത്ത് കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുകയും ചെയ്യുന്നതിനേക്കാൾ വളരെ ഈസിയാണ് സുപ്പീരിയേഴ്സിനോട് പ്രോബ്ലംസ് ചോദിച്ച് അതിന് അവർ പറയുന്ന സൊല്യൂഷൻസിന് അല്ലെങ്കിൽ ഡിസിഷൻസിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. സോ ഈ ഒരു ഈസി സിറ്റുവേഷൻ സബോർഡിനേറ്റ്സിന് നഷ്ടപ്പെടുന്നു എപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടുമ്പോൾ. അതുകൊണ്ട് തന്നെ സബോർഡിനേറ്റ്സ് പലപ്പോഴും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലാണ് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ക്രിറ്റിസിസം. അതായത് താൻ സ്വന്തമായിട്ട് പവേഴ്സ് ടേക്ക് ഓൺ ചെയ്ത് അല്ലെങ്കിൽ തനിക്ക് സുപ്പീരിയേഴ്സ് ഡെലിഗേറ്റ് ചെയ്ത് തരുന്നതായ പവേഴ്സ് താൻ ടേക്ക് ഓൺ ചെയ്ത് സ്വന്തമായിട്ട് ഡിസിഷൻസ് ടേക്ക് ഓൺ ചെയ്യുകയും അതിലൂടെ കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ആ തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളോട് സുപ്പീരിയേഴ്സ് എങ്ങനെ പ്രതികരിക്കും, അവരതിനെ കുറിച്ച് എന്ത് കമന്റ് ആയിരിക്കും പറയുന്നത് എന്നുള്ളതായ ഭയം പലപ്പോഴും സബോർഡിനേറ്റ്സിനെ ഈ തരത്തിലുള്ളതായ പവേഴ്സ് ഹൈ ലെവൽ പവേഴ്സ് എടുക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കിട്ടുന്നതായ ഹൈ ലെവൽ പവേഴ്സിൽ നിന്ന് ഒഴിവായി നിൽക്കുന്നതിന് ഉള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നു. Then the next one is lack of information and resources. Then subordinates-ന് ഈ higher level powers കൊടുക്കുമ്പോൾ they are getting higher level responsibility too. ഈ തരത്തിലുള്ളതായ റെസ്പോൺസിബിലിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുന്നതിന് ആവശ്യമായ ഇൻഫർമേഷൻസും റിസോഴ്സസും അവിടെ ഈ സബോർഡിനേറ്റ്സിന് അവൈലബിൾ അല്ലാത്ത സാഹചര്യത്തിലും സബോർഡിനേറ്റ്സ് എന്ത് ചെയ്യാറുണ്ട്? ഈ തരത്തിൽ ഹയർ ലെവൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിന് ഈ സിറ്റുവേഷനിൽ അവർ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കാണിക്കാറുണ്ട്. എന്താ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഓവർ വർക്ക്. സബോർഡിനേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം സബോർഡിനേറ്റ്സിന് അവരുടെ ഡേ ടു ഡേ വർക്കിംഗ് ആക്ടിവിറ്റിക്കകത്ത് അവർ ക്യാരി ഔട്ട് ചെയ്യേണ്ടതായി വരുന്ന വർക്കിനോടൊപ്പം തന്നെ കൂടുതൽ അഡീഷണൽ വർക്കുകൾ ക്യാരി ഔട്ട് ചെയ്യുന്നതിനുള്ള ഒരു സിറ്റുവേഷൻ ആണ് ഏതിലൂടെ കിട്ടുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിലൂടെ കിട്ടുന്നത്. സോ കൂടുതൽ വർക്ക് ചെയ്യാനായിട്ട് ഉള്ള വിമുഖത പലപ്പോഴും സബോർഡിനേറ്റ്സിന്റെ ഭാഗത്ത് നിന്ന് കാണിക്കുകയും അത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു നോർമൽ ഡേ ടു ഡേ വർക്കിങ്ങിന്റെ കൂടത്തിൽ കുറെ കൂടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഏതിനകത്തുണ്ടാകുന്നത്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. സോ ഈ തരത്തിൽ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ വർക്ക് ലോഡ് ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു പെർഫെക്ഷനിൽ അത് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുമോ അതോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ളതായ ഫെയിലിയേഴ്സ് ഉണ്ടാകുമോ എന്നുള്ളതായ ഭയം ആരുടെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്? സബോർഡിനേറ്റ്സിന്റെ ഉള്ളിൽ ഉണ്ടാകാറുണ്ട്. Then the next one is lack of self confidence. ഈ തരത്തിൽ ഹയർ ലെവൽ പവേഴ്സ് ഏറ്റെടുക്കുകയും ഹയർ റെസ്പോൺസിബിലിറ്റീസ് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യാനായിട്ടുള്ള കഴിവ് തനിക്കുണ്ടോ എന്ന ചിന്താഗതിയും സബോർഡിനേറ്റ്സിനെ പലപ്പോഴും എന്ത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിൽ നിന്ന് പുറകോട്ട് വലിക്കാറുണ്ട്. Then the next one is lack of incentives. പലപ്പോഴും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യുമ്പോൾ സബോർഡിനേറ്റ്സിന് യാതൊരു തരത്തിലുള്ളതായ വേജ് ബെനിഫിറ്റുകളോ സാലറീസോ ഇൻസെന്റീവ്സോ മറ്റ് ബെനിഫിറ്റുകളോ ഒന്നും കിട്ടാറില്ല. ഈ തരത്തിൽ യാതൊരു ബെനിഫിറ്റുകളും കിട്ടാതെ അല്ലെങ്കിൽ യാതൊരു ഇൻസെന്റീവ്സും കിട്ടാതെ കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു, കൂടുതൽ കാര്യങ്ങൾ ക്യാരി ഔട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നു എന്നുള്ള സാഹചര്യം സബോർഡിനേറ്റ്സിനെ പലപ്പോഴും ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയിൽ നിന്ന് പുറകോട്ട് വലിക്കാറുണ്ട്. Then we are discussing about the third obstacles, that is difficulties on the part of organization. അതായത് ഓർഗനൈസേഷന്റെ ഭാഗത്ത് നിന്ന് പലതരത്തിലുള്ളതായ പ്രോബ്ലംസ്
എന്തിനുണ്ടാകാറുണ്ട്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിക്കകത്ത് ഉണ്ടാകാറുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻആഡിക്വേറ്റ് പ്ലാനിങ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യപ്പെടണം എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനിൽ ഒരു വെൽ പ്ലാൻഡ് സിസ്റ്റം നിലനിന്നിരിക്കണം. ഓരോ കാര്യങ്ങളും എങ്ങനെ ഏത് രീതിയിൽ ക്യാരി ഔട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് നേരത്തെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച് അത് പെർഫെക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ? ആ ഓർഗനൈസേഷനിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എങ്കിൽ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് എന്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. Then the next one എന്ന് പറയുന്നത് സ്പ്ലിന്റഡ് അതോറിറ്റി. ഓർഗനൈസേഷനിൽ അതോറിറ്റീസ് വിഭജിച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ, അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനും പല ആൾക്കാർക്ക് പല തലങ്ങളിൽ അതോറിറ്റീസ് വിഭജിച്ച് കൊടുത്തിരിക്കുകയാണെങ്കിൽ ഒരു സുപ്പീരിയർക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ഡെലിഗേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. കാരണം എല്ലാ അതോറിറ്റിയും തന്റെ സബോർഡിനേറ്റ്സിന് അല്ലെങ്കിൽ തന്റെ സബോർഡിനേറ്റ്സ് ചെയ്തതായ കാര്യങ്ങൾക്കകത്തുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള അതോറിറ്റീസ് സബോർഡിനേറ്റ്സിനെ ഏൽപ്പിക്കാനായിട്ട് സുപ്പീരിയർക്ക് ഇവിടെ ഒരു പവർ ഉണ്ടായിരിക്കത്തില്ല. ഈ തരത്തിൽ സ്പ്ലിന്റഡ് അതോറിറ്റി ആണ് ഓർഗനൈസേഷനിൽ വിഭജിച്ചു കൊടുത്തിരിക്കുന്ന അതോറിറ്റി സിസ്റ്റമാണ് ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്നത് എങ്കിൽ അവിടെ എന്ത് സാധിക്കത്തില്ല? ഇഫക്റ്റീവ് ആയിട്ടുള്ള ഡെലിഗേഷൻ ആക്ടിവിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then the third one is lack of unity of command. Unity of command ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് സബോർഡിനേറ്റ് ഒരു സമയത്ത് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രം ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്? യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്നത്. ഈ തരത്തിലുള്ളതായ ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ലാത്ത ഓർഗനൈസേഷൻ ആണെങ്കിൽ, അതായത് സബോർഡിനേറ്റ് ഒരേ സമയത്ത് തന്നെ പല സുപ്പീരിയേഴ്സിൽ നിന്ന് ഓർഡേഴ്സ് കളക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓർഗനൈസേഷനിൽ നിലനിൽക്കുന്നത് എങ്കിൽ ആ സാഹചര്യത്തിലും എന്ത് സാധിക്കത്തില്ല? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then the next one എന്ന് പറയുന്നത് lack of effective control technique. പ്രോപ്പർ ആയിട്ടുള്ള സബോർഡിനേറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള മെക്കാനിസംസ്, ടെക്നിക്സ് ആ ഓർഗനൈസേഷനിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ഈ പറയുന്ന രീതിയിലുള്ളതായ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then the next one എന്ന് പറയുന്നത് നോൺ അവൈലബിലിറ്റി ഓഫ് കോമ്പിറ്റന്റ് മാനേജേഴ്സ്. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യണമെങ്കിൽ സുപ്പീരിയേഴ്സ് കോമ്പിറ്റന്റ് ആയിരിക്കണം. സുപ്പീരിയേഴ്സിന് തന്റെ സബോർഡിനേറ്റ്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ആ കൺട്രോൾ ചെയ്യുന്ന ആ സുപ്പീരിയേഴ്സിന് തന്റെ സബോർഡിനേറ്റ്സിനെ പ്രോപ്പർ ആയിട്ട് ഡയറക്റ്റ് ചെയ്യാനായിട്ടും ഉള്ള കാലിബർ ഉള്ള പേഴ്സൺസ് ആയിരിക്കണം. ആ തരത്തിലുള്ളതായ സുപ്പീരിയേഴ്സ് ആ ഓർഗനൈസേഷനിൽ ഇല്ലാതെ വന്നാൽ, അല്ലെങ്കിൽ ഇതിന് വേറൊരു വ്യൂ പോയിന്റും കൂടി ഉണ്ട്. സബോർഡിനേറ്റ്സിന് കോമ്പിറ്റബിൾ അല്ലാത്ത സബോർഡിനേറ്റ്സ് ആണ് ആ ഓർഗനൈസേഷനിൽ ഉള്ളത് എങ്കിൽ, അതായത് സുപ്പീരിയേഴ്സ് ഏൽപ്പിക്കുന്നതായ ജോലികൾ ചെയ്യാനായിട്ട് ഉള്ള കാലിബർ ഉള്ള കോമ്പിറ്റന്റ് ആയിട്ടുള്ള സബോർഡിനേറ്റ്സ് ആ ഓർഗനൈസേഷനിൽ ഇല്ലാത്ത സാഹചര്യത്തിലും എന്ത് സാധിക്കത്തില്ല? ഈ പറയുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഈ അഞ്ചാമത്തെ പോയിന്റിന് ഇതിന് രണ്ട് വ്യൂ പോയിന്റ് ആണുള്ളത്. ഒന്ന് സുപ്പീരിയേഴ്സ് കോമ്പിറ്റന്റ് ആയിരിക്കണം, സബോർഡിനേറ്റ്സിന് അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്ത് അവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാനായിട്ട്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ്സ് കോമ്പിറ്റന്റ് ആയിരിക്കണം, സുപ്പീരിയേഴ്സിൽ നിന്ന് കിട്ടുന്നതായ ഈ ഹൈ അതോറിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഹൈ ലെവൽ റെസ്പോൺസിബിലിറ്റീസ് ഇഫക്റ്റീവ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നതിന്. Then the next one എന്ന് പറയുന്നത് unclear authority responsibility relationships. Superiors subordinates തമ്മിലുള്ളതായ റിലേഷൻഷിപ്പ് ആ ഓർഗനൈസേഷനിൽ പ്രോപ്പർ ആയിട്ട് നിർവചിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിലും എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ഈ പറയുന്ന ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then the next one എന്ന് പറയുന്നത് second last one is environment of internal distrust. അതായത് സുപ്പീരിയേഴ്സും സബോർഡിനേറ്റ്സിന്റെയും ഇടയിൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്ത ഒരു സാഹചര്യം, അതായത് ഒരു വിശ്വാസക്കുറവ്. ഓക്കെ,
അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സുപ്പീരിയേഴ്സ് സബോർഡിനേറ്റ്സിനെ വിശ്വസിക്കുന്നില്ല, സബോർഡിനേറ്റ്സ് സുപ്പീരിയേഴ്സിനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു ഇന്റേണൽ ഡിസ്ട്രസ്റ്റ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. Then the last one is defective organizational structure. ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ച് നമ്മൾ നേരത്തെയുള്ള സെക്ഷൻസുകളിൽ പറഞ്ഞതാണ്. ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലല്ല ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എങ്കിൽ, ആ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഡിഫക്റ്റീവ് ആണെങ്കിൽ, അതിന് പോരായ്മകൾ ഉണ്ടെങ്കിൽ, ആ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല? ആ ഓർഗനൈസേഷനിൽ നമുക്ക് ഈ തരത്തിൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഈ തരത്തിലുള്ളതായ മൂന്ന് പാറ്റേൺ ഓഫ് ഡിഫിക്കൽട്ടീസ് ആണ് ഇവിടെ വരുന്നത്, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ക്യാരി ഔട്ട് ചെയ്യുന്നതിനകത്ത് വരുന്നത്. ഒന്ന് സുപ്പീരിയേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ളത്, രണ്ടാമത്തേത് സബോർഡിനേറ്റ്സിന്റെ ഭാഗത്തു നിന്നുള്ളത്, മൂന്നാമത്തേത് ഓർഗനൈസേഷന്റെ ഭാഗത്തു നിന്ന്